അമേരിക്കയിൽ നിന്ന് മറ്റൊരു വിമാനം കൂടി അമൃത്സർ ലക്ഷ്യമിട്ടുള്ള യാത്രയിലാണ്. 119 അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഞായറാഴ്ച ലാൻഡ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം 5-ാം തീയതിയാണ് അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കയിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്ത്യയിലേക്ക് എത്തിയത്. വിലങ്ങണിയിച്ച് വേണ്ട പോലെ ഭക്ഷണം നൽകാതെ C-17 വിമാനത്തിൽ ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് വലിയ ചർച്ചയാവുകയും ചെയ്തു. അന്നത്തെ പോലെ സൈനിക വിമാനത്തിലാണോ ഇത്തവണയും യാത്ര എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ വിമാന സൗകര്യം ഒരുക്കിയേക്കുമെന്ന് റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു. പഞ്ചാബിൽ നിന്നുള്ളവരാണ് വിമാനത്തിൽ കൂടുതലും. 67 പഞ്ചാബികളാണ് 119 പേരുടെ സംഘത്തിലുള്ളത്. ഹരിയാനയിൽ നിന്ന് 33 പേരും ഗുജറാത്തിൽ നിന്നും 8 പേരുമുണ്ട്. ഉത്തർപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ് മറ്റുള്ളവർ. ആദ്യ വിമാനത്തിൽ എത്തിയവരെ വിലങ്ങണിയിച്ച് കൊണ്ടുവന്നത് വിവാദമായതിനാൽ ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് സൂചന. പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനമുയർത്തിയതോടെ ഇരു സർക്കാരുകളും പ്രതിരോധത്തിലായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ വിഷയം ചർച്ചയായതോടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി മറുപടി നൽകാൻ നിർബന്ധിതനായി. അമേരിക്ക നാടുകടത്തുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേരും അനധികൃത മാർഗങ്ങൾ വഴി കടന്നുകയറിയവരാണ്. നിരവധി രാജ്യങ്ങൾ താണ്ടി ഏറ്റവും ഒടുവിൽ മെക്സിക്കോ വഴി അമേരിക്കയിലെത്തുന്ന ഡോങ്കി റൂട്ടിലൂടെയാണ് ഇവർ US-ൽ എത്തിയത്. മാസങ്ങളോളം ദുരിതയാത്ര നടത്തി അമേരിക്കയിലെത്തുന്ന ഇവർ ഭീമമായ തുകയാണ് കൂട്ടുനിൽക്കുന്ന ഏജന്റുമാർക്ക് നൽകുന്നത്. ഈ അനധികൃത പാത വഴി പല ക്രിമിനലുകളും US-ൽ കടന്നു കയറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനധികൃത യാത്രയ്ക്ക് വഴിയൊരുക്കുന്ന നിരവധി ഏജന്റുമാരെ പഞ്ചാബ്, ഹരിയാന സർക്കാരുകളും പിടികൂടിയിട്ടുണ്ട്. വാഷിംഗ്ടണിൽ നടന്ന ട്രംപ് മോദി കൂടിക്കാഴ്ചയിലും വിഷയം ചർച്ചയായിരുന്നു. വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും വ്യവസായികൾക്കും യാത്ര എളുപ്പമാകും വിധം ഇരു രാജ്യങ്ങളും നടപടികൾ സ്വീകരിക്കാൻ ധാരണയായിട്ടുണ്ട്. എന്നാൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അനധികൃത കുടിയേറ്റം നടത്തിയവരെ ഘട്ടം ഘട്ടമായി മടക്കി അയക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ഇന്ത്യയിലേക്കുള്ള 3-ാമത്തെ വിമാനവും ഉടനുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ.